Welcome back to Kavithas Sugar and Spice. Indo-Chinese dishes എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയാലും ഇൻഡോ ചൈനീസിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ടാവും. അതിൽ ഗോബി മഞ്ചൂരിയൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ ആണ് എനിക്ക് ആ ഇൻഡോ ചൈനീസ് വർഗ്ഗത്തിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഇതിപ്പോൾ ഇഷ്ടമെന്ന് വെച്ചിട്ട് നമുക്ക് എപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇതിനെ ഞാൻ പല തവണ ട്രൈ ചെയ്ത് നോക്കി, പല പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് അവസാനം എനിക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ ആയി എന്ന് തോന്നിയ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നമുക്ക് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഞാനിപ്പം ഒരു 500 ഗ്രാം കോളിഫ്ലവറിനെ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൂക്കൾ ഇതുപോലെ. അപ്പം വല്ലാതെ നീളമുള്ള കഷ്ണമല്ല, ഒരു മീഡിയം സൈസ് അങ്ങനെ ഇത് ഇങ്ങനെ ആണ്. കഴിയുന്നിടത്തോളം അടർത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിടാം. എന്നിട്ട് നമ്മുടെ ഈ കോളിഫ്ലവർ മുറിച്ച് വെച്ചേക്കുന്നതിനെ ഇതിലേക്ക് ഇടാം. ഇതിനെ നമുക്ക് ഒരു 2 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വെച്ചാൽ മതി. അങ്ങനെ 2-3 മിനിറ്റിന് ശേഷം ഇതിനെങ്ങനെ ഊറ്റിയെടുക്കാം. ഇതിലിപ്പോൾ വല്ല പുഴുവോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകം ചിലപ്പം ഡീപ് ഫ്രൈ ചെയ്യുമ്പം നല്ലോണം വെന്തില്ല എന്ന് വരും. ഇനിയിപ്പോൾ അത് പേടിക്കാനില്ല, ഇതിൻ്റെ അകമൊക്കെ ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ അത് മൊരിയണതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാനിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും ഒരു 1/4 കപ്പ് കോൺഫ്ലവറും അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച്, ഓരോ സ്ഥലത്ത് ഓരോന്നാണല്ലോ പറയുക, അത് കാരണം ഞാനിങ്ങനെ പറഞ്ഞേ. അതിലേക്ക് തണുത്ത വെള്ളം ഇട്ടിട്ട് നമുക്കിത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല കോൺഫ്ലവറിലേക്ക്, കാരണം അപ്പം അത് വെന്ത് പോകും പെട്ടെന്ന്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 കപ്പ് ഒഴിച്ച് മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം കേട്ടോ. അത് വല്ലാതെ ലൂസാവാൻ പാടില്ല, ഒരു കുഴമ്പ് പരുവത്തിലായിരിക്കണം. ഇതൊരുവിധം നന്നായി മിക്സായി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടാം. എന്നിട്ട് അത് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവറിലേക്ക് ഇതിനെ ഒഴിക്കാം. ഇത് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലായല്ലോ അല്ലേ. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ കോളിഫ്ലവറിൻ്റെ അകത്തേക്കൊക്കെ ഇത് നന്നായിട്ട് ചെല്ലണം കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം പോലെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതായത് ഇത് ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ആദ്യം വളരെ തിക്കായിട്ടാക്കി അതിൻ്റെ അകത്തേക്കൊന്നും കോൺഫ്ലവർ കയറില്ല. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം എന്താ പറയുക, അതിൻ്റെ അകം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണമാണ് ആദ്യം കുറച്ച് വെള്ളമാക്കിയിട്ടാക്കിയത്. അതിന് ശേഷം ഇതിൻ്റെ മേലെ ഇതിടുമ്പം അത് ശരിക്കും നന്നായി കോട്ടാവും. കണ്ടോ, ഇതാ ഇങ്ങനെ ഒട്ടി കളിക്കും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഫുൾ എന്താ പറയുക, പൊടിയായിട്ട് ഉണ്ടാവാൻ പാടില്ല. നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ വെള്ളപ്പറ്റുകൊണ്ട് അത് നന്നായി കോട്ടായി ഉണ്ടാവും. ഉപ്പിനെ പറ്റി നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഉപ്പ് കുറവായിരിക്കും. അത് കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതിൻ്റെ ഗോബി മഞ്ചൂരിയൻ ആക്കുമ്പോൾ അത് കണക്കിനായിക്കോളും. ഇങ്ങനെയായിട്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. ഇനിയിപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ചെക്ക് ചെയ്യാം, നമുക്ക് റെഡി ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഇത് ഒരുമിച്ച് കൂട്ടത്തോടെ ഇടരുത് കേട്ടോ. ഇങ്ങനെ ഓരോന്നായിട്ട് തന്നെ ഇടണം, എന്നാലേ അത് നന്നായിട്ട് വറുത്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ കൂടെ ഒട്ടിപ്പിടിച്ച് ആകെ പ്രശ്നമാവും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ടോങ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ വറുത്തെടുക്കാം.
ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അത് റെഡിയായി. നമുക്ക് ബാച്ചായിട്ട് ഇതിനെ ഇങ്ങനെ വറുത്ത് കോരാം. വറുത്തെടുത്തിട്ട് ഞാനൊരു പ്ലേറ്റിൽ പേപ്പർ ടവൽ വെച്ചിട്ട് അതിലേക്ക് ഇടാം കേട്ടോ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഇതേ നന്നായി വറുത്ത് ഒക്കെ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടില്ലേ, അതിൽ തന്നെ അറിയാം അത് എത്ര ക്രിസ്പി ആയിട്ടാണ് ഉള്ളതെന്ന്. ഇപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ടുള്ള ബാക്കി എണ്ണ തന്നെ യൂസ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണയിലുണ്ട്. ഇതിലേക്ക് ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂൺ അത് ആഡ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഇനി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കോളിഫ്ലവർ വറുത്തത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ്. മീഡിയം ഫ്ലെയിം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചിലതൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്യാം. ഇഞ്ചിനെ ഒന്ന് വഴറ്റാം. അതിന് ശേഷം 1 ടീസ്പൂണോളം ഈ റെഡ് ചില്ലി ഫ്ലേക്സ് അത് ആഡ് ചെയ്ത് അതിൻ്റെ ശേഷം പച്ചമുളക്. ഇതിനൊക്കെ ഓരോരോ വേവായ കാരണമാണ് ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് എല്ലാം കറുത്ത് പോവും. പച്ചമുളക് ഒന്ന് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഉള്ളി ചോപ്പ് ചെയ്തത്. ഈ ഉള്ളി വാടാനായിട്ട് നമുക്ക് ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വാടാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഉള്ളി ഒരുവിധം വാടിയാൽ മതി. ഇതിപ്പോൾ കറക്റ്റായിരിക്കും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, രണ്ടും ചെയ്ത് മിക്സ് ചെയ്യാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇത്രയും ചേർക്കണ കാരണമാണ് ആദ്യം നമ്മൾ ഉപ്പിടാതിരുന്നത്. അതിന് ശേഷം നിങ്ങൾക്ക് ക്യാപ്സിക്കം ചേർക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അത് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇത് തിളയ്ക്കണ സമയം കൊണ്ട് ഞാനിതിങ്ങനെ ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ആ മിക്സ് ചെയ്ത കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിക്കാം. തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കുക്കായി പോകും. ഇനിയിപ്പോൾ തീ ഒന്ന് മീഡിയത്തിൽ വയ്ക്കാം, കാരണം ഇതിനി കുറുകി തുടങ്ങും. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കോളിഫ്ലവറിലേക്ക് ആഡ് ചെയ്യാം. ഇതിനത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് അണിയൻസും മല്ലിയിലയും കൂടി ചേർത്തിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.